ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു മാസം വെയിറ്റ് ചെയ്യണമല്ലേ. നമ്മുടെ വിഷുവൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയ് മാസത്തിൻ്റെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് എങ്ങനെയുണ്ടാവും മെയ് മാസം. അപ്പോൾ നമുക്ക് ജൂണിൽ വ്യാഴം രാശി മാറാൻ പോകുന്നു. സോ അതിൻ്റെ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ മെയ് മാസത്തിൽ എന്താണ് നമ്മൾക്ക് ഉണ്ടാവുക എന്നറിയാൻ കൂടുതലാളും ആഗ്രഹിക്കുന്നൊരു വിഷയം തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു പിഡിഷൻ, അതായത് ഈ ഒരു മന്ത്ലി പിഡിഷൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പെൻഡുല ജ്യോതിഷം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതായത് പെൻഡുലം ഡൗസിങ് റിലേറ്റഡ് അല്ലെങ്കിൽ റീഡിംഗ് ആണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എടുത്തേക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 23/4/2026 അതായത് മേടപ്പത്തിന് രാവിലെ 7:01 എടുത്ത റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രകാരം നമുക്ക് എങ്ങനെയുണ്ട് നക്ഷത്രക്കാർക്ക് നമുക്കറിയാം. ഈ ഒരു വീഡിയോ അത് മാസഫലം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ഫലം അനുസരിച്ച് അതിന് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം എന്നുള്ള രീതിയിലാണ് കൂടുതൽ എടുക്കാറുള്ളത്. നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡ്സ് നമ്മളങ്ങനെ മാക്സിമം നമ്മൾ എടുക്കാതില്ല. ബട്ട് എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മളെടുത്ത് പറയാറുമുണ്ട് ഇന്ന നക്ഷത്രങ്ങൾക്ക് നെഗറ്റീവാണ്, സോ അവിടെ ശ്രദ്ധിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങളുടെ നക്ഷത്രങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഈ ഒരു പെഡിഷൻസ് കേൾക്കുക എന്ന് പറയുന്നത് പൊതുവേ ജനറൽ പെഡിഷൻ ആണെങ്കിൽ പോലും ഇത് പെൻഡുലം ഡൗസിങ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണാൻ സാധിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പെഡിഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ വീണ്ടും എനർജിയിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്കെന്താണ് ഒരു പരിധി വരെ ഈ പെഡിഷൻ നമുക്കെന്താണ് മോഡലിൽ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് തരിക. സോ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിനെ ബെൻഡ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ യൂണിവേഴ്സിനെയും നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയും നമ്മൾ മുറുക്കി എന്ത് ചെയ്യുക, പിടിക്കുക, മുറുക്കി പ്രാർത്ഥിക്കുക, കൃത്യമായ നമ്മുടെ ഈശ്വര ആരാധനകളൊക്കെ നടത്തുക. ഓക്കെ, ഇതിൽ നെഗറ്റീവ് റിസൾട്ടുകൾ നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കേണ്ട. ബട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ച് വിശ്വസിക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് പുരോഗതി നേടാൻ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ നേട്ടം നമുക്ക് പറയാവുന്ന നക്ഷത്രങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് 7 നക്ഷത്രങ്ങളെയാണ് കണ്ടതെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ നക്ഷത്രമായിട്ട് നമ്മൾ ഡൗസ് ചെയ്തപ്പോൾ കിട്ടിയത് രേവതി നക്ഷത്രമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്ന ആയില്യം നക്ഷത്രമാണ്. പുണർദം ആണ് മൂന്നാമത്തെ നക്ഷത്രം. നാലാമത്തെ എന്ന് പറയുന്ന ഉത്രം, 5 ചിത്തിര, 6 വിശാഖം, 7 അത്ത നക്ഷത്രം. ഈ 7 നക്ഷത്രക്കാരെയാണ് നമുക്ക് ഡൗസ് ചെയ്തപ്പോൾ തൊഴിൽ പുരോഗതിയും തൊഴിൽ നേട്ടം തൊഴിൽ ഭാഗ്യമായിട്ട് പറഞ്ഞു. എന്നിരിക്കെ മറ്റ് നക്ഷത്രങ്ങൾക്ക് ഇല്ല, തൊഴിൽ ഭാഗ്യം ഇല്ല, അല്ലെങ്കിൽ തൊഴിൽ പുരോഗതി ഉണ്ടാവില്ല എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഡൗസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് കുറച്ച് അനുകൂലമായിട്ടുള്ള പവർ കൂടുതലായിട്ടുള്ള എനർജി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്ന നക്ഷത്രങ്ങളാണ് ഈ 7 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. മറ്റുള്ള നക്ഷത്രക്കാരെ എന്ത് ചെയ്യാം, ഒരു സമ്മിശ്ര ഫലമാക്കി കണക്ക് കൂട്ടിക്കോളൂ ഈ റിസൾട്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് തൊഴിൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് 5 നക്ഷത്രക്കാരാണ്. തിരുവോണ നക്ഷത്രം, ഉത്രാടം, പൂയം, മകം, തൃക്കേട്ട. ഈ 5 നക്ഷത്രക്കാരെയാണ് ഡൗസ് ചെയ്തപ്പം തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി കുറച്ചുകൂടി കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് ചാടി അവർ രക്ഷപ്പെടുകയും നമ്മളതിൽ കുടുങ്ങി പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളാണ് തിരുവോണം, ഉത്രാടം, പൂയം, മകം, തൃക്കേട്ട എന്ന നക്ഷത്രങ്ങൾ കേട്ടോ. അത് പ്രത്യേകിച്ചും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്തുള്ള കാര്യങ്ങൾ. അതായത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിനായിരിക്കും ഇഷ്യൂ, അപ്പം നമ്മൾ പോവണ്ടേ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ പോയി അതിൽ ഇടപെട്ടില്ലെങ്കിലും അവരുടെ ടൈം അനുസരിച്ച് അവർ മാറിക്കോളും. നിങ്ങൾ പോയി ഇടപെട്ട് നിങ്ങളുടെ തലയിലോട്ട് ആ പ്രശ്നങ്ങൾ മൊത്തം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മിക്ക നക്ഷത്രക്കാരൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെൻറ്റാലിറ്റി ഉള്ളവർ തന്നെയാണ്. അതായത് മറ്റൊരാളുടെ ദുഃഖത്തിൽ വിഷമിച്ച് ഇരിക്കുന്നവർ തന്നെയാണ്, അത് നോക്കിക്കണ്ടിരിക്കുന്നവരൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്രശ്നം തീർക്കാൻ പോയി നമ്മൾ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നമുക്ക് ഈ കുറച്ചൊക്കെ സെൽഫിഷ് ആയിക്കോളുന്നേ. ഈ സെൽഫിഷ് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം കുറച്ചൊക്കെ നമ്മളെ സെൽഫ് ലവ് ചെയ്യാൻ, കുറച്ചൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ സെൽഫിഷ് ആവാം. എന്നാൽ ഓവർ ആവാതിരുന്നാൽ മാത്രം മതി. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മളത്, അല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ 5 നക്ഷത്രക്കാരെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ക്യാഷ് റിലേറ്റഡുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം ക്യാഷ് കാര്യങ്ങൾ, എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ 5 നക്ഷത്രക്കാർ. അടുത്ത സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായി കണ്ട 5 നക്ഷത്രത്തെയാണ്. 2 എന്ന് പറയുന്ന മൂല നക്ഷത്രം, 3 വിശാഖം, 4 അത്ത നക്ഷത്രം,
5 പൂരുരുട്ടാതി എന്ന നക്ഷത്രങ്ങൾ. ഈ 5 നക്ഷത്രങ്ങളാണ് സാമ്പത്തികമായ പുരോഗതികൾ നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങളെ സംബന്ധിച്ചോളം സാമ്പത്തികമായുള്ള നേട്ടാനുഭവങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കൃത്യമായിട്ട് പ്രതിഫലം നമുക്ക് ലഭിക്കുക, അതേപോലെ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക. വർക്കിലൊക്കെ കുറച്ച് നമുക്ക് ടെൻഷൻസ് പ്രഷേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായൊരു വരുമാനം ഉണ്ടാകുക. ഇതുവരെ വരുമാനം ഇല്ലാത്തവരെ സംബന്ധിച്ചൊരു വരുമാന നേട്ടം ഉണ്ടാകാൻ സാധിക്കുക. അതേപോലെ നമുക്ക് ചെയ്യുന്ന അധ്വാനത്തിന് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. അതിനൊക്കെ ഒരു ടൈമായിട്ട് നമുക്ക് പറയുന്ന 5 നക്ഷത്രക്കാരെ കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ കുടുംബസുഖം, കുടുംബത്തിലുള്ള സന്തോഷം, കുടുംബത്തിലൊരു സമാധാനം, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒത്തുപോവുക, സന്താനങ്ങളുമായിട്ട് ഒത്തുപോവുക, ഇങ്ങനെയൊക്കെ പറയാവുന്ന നക്ഷത്രങ്ങൾ എന്ന 5 നക്ഷത്രങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടതെന്ന് പറയുന്നത് ചിത്തിര, അനിഴം, ചതയം, അവിട്ടം, തിരുവാതിര. ഈ 5 നക്ഷത്രങ്ങളാണ് നമ്മൾ കണ്ട. ഒന്നുകൂടി പറയാം: ചിത്തിര, അനിഴം, ചതയം, അവിട്ടം, തിരുവാതിര എന്നീ 5 നക്ഷത്രങ്ങളെയാണ് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ ഫലത്തെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആയി കിട്ടുകയും കൃത്യമായി നിങ്ങൾക്ക് ഒരു ആനന്ദം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. മറ്റുള്ള സ്ഥലത്ത് എങ്ങനെയായാലും നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു സ്വസ്ഥത, ഒരു ആശ്വാസം കിട്ടുന്നൊരു പദ്ധതിയൊക്കെ നിങ്ങൾക്ക് ഫീൽ ആവുക തന്നെ ചെയ്യും ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അടുത്ത കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 6 നക്ഷത്രക്കാരെ അത്യുത്തമമായിട്ടും അതേപോലെ 3 നക്ഷത്രക്കാർക്ക് കുറച്ച് മോശ അവസ്ഥ വിദ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മറ്റുള്ള 18 നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മിശ്ര ഫലമായിരിക്കും വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അനുകൂലമായുള്ള 6 നക്ഷത്രങ്ങൾ നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രമാണ്. 2 തൃക്കേട്ട, 3 പൂരം, 4 അത്തം, 5 പൂരുട്ടാതി, 6 രേവതി. ഈ 6 നക്ഷത്രക്കാർക്കാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പഠന കാര്യങ്ങളൊക്കെ മികവ്, അതേപോലെ നമുക്ക് കൃത്യമായൊരു ഗൈഡൻസ്, കൃത്യമായൊരു മെൻറ്റർ കിട്ടുക, നമുക്ക് ആഗ്രഹിച്ച കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കുക, നമ്മുടെ കുറച്ചൊക്കെ മടിയൊക്കെ മാറി കിട്ടുന്ന ഇത്, നമ്മുടെ ഡിസ്റ്റൻസൊക്കെ പൊതുവെ കുറയാൻ പറ്റുന്ന സാഹചര്യം, അതായത് അതിന് വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡിഷൻ ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചപ്പം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മോസ്റ്റ്ലി വരാവുന്നൊരു അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്? മൊബൈൽ ഫോൺ തന്നെയായിരിക്കും. ബട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അഡിഷനിൽ നിന്ന് ഇപ്പം മാറാൻ സാഹചര്യമുള്ള ടൈമാണ്. സോ ഈ ടൈം പീരീഡ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. സോ നിങ്ങൾക്ക് ആ ഒരു അഡിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറാൻ പറ്റും. ചിലരൊക്കെ ഈ അഡിഷൻ വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ട്. അതായത് നമുക്ക് തന്നെ തോന്നും ഞാൻ ഇതിലൊന്നും അല്ലെങ്കിൽ അഡിക്റ്റഡ് അല്ല, എനിക്കെപ്പോൾ വേണമെങ്കിലും ഫോൺ മാറ്റി വെച്ച് യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുള്ള കുറേ ആളുകളെങ്കിലും ഉണ്ടാവും. പക്ഷെ അവർക്കറിയത്തില്ല അത് ഇൻഡയറക്റ്റ്ലി അതിലൊരു അഡിഷൻ ആണെന്നുള്ള കാര്യം. കാരണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ആ ഫോണൊന്ന് മാറ്റി ഫോൺ കേടായിട്ടുള്ള അവസ്ഥയല്ല, ഫോൺ നിങ്ങൾക്ക് വർക്കിംഗ് ആണ്. ബട്ട് നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ദിവസം ഒരു 24 മണിക്കൂർ നിങ്ങൾ ആ ഫോൺ നിങ്ങൾക്ക് ടച്ച് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് സർവേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കര കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഭയങ്കര ഇതായിട്ട് നിങ്ങൾക്ക് ഒരു നോർമൽ ഡേ പോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ, നിങ്ങൾ അതിൽ അഡിക്റ്റഡ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആണ്. നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി ഫോൺ എടുക്കുന്നു. ആ ഒരു ഫോൺ എടുക്കുന്ന പെട്ടെന്ന് നിൽക്കില്ല, കുറച്ച് നേരം. ചിലരെ സംബന്ധിച്ച് ചുമ്മാ ജസ്റ്റ് കയ്യിലൊരു ഫോൺ ഇരുന്നാൽ മതി, ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോൺ പിടിച്ചാൽ മതി, നമുക്കൊരു സമാധാനമാണ്. ഓക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. അത് പിന്നെ ഒരു പ്രശ്നമില്ലാത്ത രീതിയായിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ ഫോൺ ടച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടോ? കൃത്യമായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? നിങ്ങൾ ശ്രമിച്ചു നോക്കുള്ളൂ. ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം മാറ്റാൻ പറ്റുന്നവരാണ് ഈ 6 നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അടുത്ത വിദ്യാർത്ഥികൾ ആയില്യം, തിരുവാതിര, പുണർദം ഈ 3 നക്ഷത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവരുടെ മാതാപിതാക്കൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതാണ്. നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ച് ഇവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒന്ന് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ലീവിലുള്ളപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂൾ ലൈഫ് മാത്രമല്ല, മറ്റുള്ള വിദ്യാഭ്യാസങ്ങളുണ്ടല്ലോ. അപ്പം ലീവിലുള്ള സംബന്ധിച്ച് നിങ്ങളൊരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ടൈം വെറുതെ കളയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ ഉപരിപഠനത്തിലേക്കുള്ള പഠനത്തിൻ്റെ ട്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ അങ്ങനെ പോകണമെങ്കിൽ പറയാം, നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ളവർ, കാരണം ഓരോ സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അതായത് വെറുതെ നിങ്ങളുടെ ടൈം കളയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓക്കെ. അപ്പോൾ വിദ്യാർത്ഥികൾ ആ കാര്യം. ഇനി അതല്ല മത്സര പരീക്ഷയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ 3 നക്ഷത്രം, അതായത് ആയില്യം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിലാണെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ട്രാ എഫേർട്ട് ഇടണം. കുറച്ച് ഇരട്ടി വർക്ക് ചെയ്യണം. നിങ്ങളിപ്പോൾ ഇത്ര നാളും ഒരു 3 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കണമെങ്കിൽ ഈ ഒരു ടൈം ഒരു 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ എന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠന ഷെഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുക. ഇനി മിനിമം 3 മണിക്കൂറിൽ നിന്ന് പഠിക്കുന്നതിനെ സംബന്ധിച്ച് 4 മണിക്കൂർ ഇങ്ങനെ എക്സ്ട്രാ അല്ലെങ്കിൽ 4 മണിക്കൂറിലേക്ക് നിങ്ങൾ മാറ്റാം. അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്നതെങ്കിൽ കുറച്ച് ഇരട്ടി പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റാൻ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് കുറയാൻ സാധ്യതയുണ്ട്, കോൺസെൻട്രേഷൻ കുറയാൻ സാധ്യതയുണ്ട്, ലേസിനെസ് വരാൻ സാധ്യത. സോ അതൊക്കെ ഒന്നും കൺട്രോൾ ചെയ്ത് നോക്കുക. കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. നമ്മുടെ മൈൻഡിന് അതിനുള്ള എബിലിറ്റി ഉണ്ട്, നമ്മുടെ മൈൻഡിന് അതിനുള്ള പവർ ഉണ്ട്. നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മളെ മൈൻഡ് അത്ര ഫോക്കസ് ചെയ്യുക. മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. സോ അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള 18 നക്ഷത്രങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങളപ്പം ഒരു സമ്മിശ്ര ഫലത്തെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് പറഞ്ഞാൽ, അതായത് പൂർണ്ണമായിട്ട് അനുകൂലം പൂർണ്ണമായിട്ട് ദോഷമല്ലാത്തൊരു സമ്മിശ്ര സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നത്. സോ നിങ്ങൾ പഠനത്തെ കാര്യത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പൊക്കോളൂ കേട്ടോ. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുമ്പോൾ ചതയം, അനിഴം, അവിട്ടം, ഉത്രട്ടാതി, ആയില്യം, കാർത്തിക, രോഹിണി, പൂയം ഈ 8 നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അനുകൂലമുള്ള പറയുന്നതും കഴിഞ്ഞ് നല്ലതെന്ന് പറയുന്ന ഈ ദോഷമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ ഫീൽ ചെയ്ത നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യുക. അതായത് നിങ്ങളൊരു ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ കണ്ടിന്യൂ പഠിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ടൊരു വ്യായാമം നിങ്ങളൊരു 30 മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നടക്കുക. കാരണം ഒന്നും ചെയ്യാത്ത കഴിഞ്ഞപ്പോൾ അതല്ലേ. അതായത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഫുഡ്, ജങ്ക് ഫുഡ്സുകൾ കുറച്ചിട്ട് നിങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ട് യാത്രകളൊക്കെ ഒഴിവാക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ ശ്രദ്ധിച്ച് ഓടിക്കുക. നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോവുകയെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നടക്കുക. നമുക്ക് തോന്നിയ പോലെ നടക്കാതെ നിങ്ങളിപ്പം റോഡിലെ നിയമങ്ങളെല്ലാം പാലിച്ച് കൃത്യമായിട്ട് പോവുക. അതേപോലെ ചിലർ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, സീബർ ലൈൻ നമുക്കുണ്ടാവും റോട്ടിൽ. ഓക്കെ, ആ സീബർ ലൈൻ അവിടെ വരച്ച് വെച്ചാൽ നമുക്ക് കാണാൻ ചോദിക്കുന്നില്ല. ചിലരെ സംബന്ധിച്ച് സീബർ ലൈൻ ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ ഇതിൽ കൂടെ നടക്കുന്നത് കാണാം. അവർക്ക് സീബർ ലൈൻ കയറാൻ പറ്റില്ല. സോ നിങ്ങളെ സംബന്ധിച്ചും മാക്സിമം ഈ സീബർ ലൈൻ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ക്രോസ് ചെയ്യാൻ നേരത്തെ. അല്ലാതെ അപ്പുറത്തെ വരി മുറിച്ച് കിടക്കാണ് അല്ലെങ്കിൽ മെയിൻ ഹൈവേ പോയി ക്രോസ് ചെയ്യാനൊന്നും നിൽക്കല്ല. ക്രോസിങ് എപ്പോഴും നമ്മൾ സേഫ്റ്റി ആയിട്ട് തന്നെ നോക്കുക. നിങ്ങൾക്ക് തോന്നും അത് ക്രോസ് ചെയ്യാം, ആ വണ്ടി വരുന്ന മുമ്പ് ക്രോസ് ചെയ്യാം. ബട്ട് ആ വണ്ടിയുടെ സ്പീഡ്, ആ ഡ്രൈവറിന് ആ സമയത്ത് മുമ്പ് ഒന്ന് വണ്ടി സ്പീഡ് കൂട്ടി പോരാൻ തോന്നിയിരുന്നെങ്കിലോ, സീബർ ലൈനിൽ ആണെങ്കിൽ അവരവിടെ വണ്ടി നിർത്തി തരും അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വണ്ടി പോകുന്നവരായാലും സീബർ ലൈനിൽ ആരെങ്കിലും കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി സ്ലോ ആക്കി അവിടെ നിർത്തി കൊടുത്ത് അവരെ എന്ത് ചെയ്യുക, പാസ് ചെയ്യാൻ സമ്മതിക്കുക. കാരണം നമുക്ക് നിയമങ്ങളുള്ളത് അത് ഫോളോ ചെയ്യാനുള്ളതാണല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം വലിയ യാത്രയിലൊക്കെ ആയാലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫുഡ് കാര്യങ്ങൾ, ഉറക്കം കൃത്യമാക്കുക, ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഉറക്കം നമ്മൾ കുറയും തോറും നമുക്ക് ഏജും കൂടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ അവസ്ഥയിലൊക്കെ ബാധിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഉറക്കം എന്ത് ചെയ്യുക, കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രിഡിക്ഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വരാൻ വേണ്ടിയാണ്. ബട്ട് നമുക്കവിടെ നെഗറ്റീവായിട്ടുള്ള, അതായത് ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽ റിലേറ്റഡ് വിദ്യാർത്ഥി, ഈ 3 കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവർ പറയും നമ്മളിത് അറിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ പറയാമായിരുന്നല്ലോ എന്ന് പറയും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അനുകൂല ഫലങ്ങളുള്ളതെല്ലാം മാത്രം പറയാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ, അത് ഡൗസ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, ഇത് വീണ്ടും ഇതും കൂടി ഇതും കൂടി എടുക്ക് എന്നുള്ള രീതിയിൽ. സോ അങ്ങനെയാണ് ആ കാര്യങ്ങൾ ഡൗസ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവുള്ള കാര്യം ഡൗസ് ചെയ്യാൻ വീഡിയോ ഡൗസ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പം ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു, നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഡൗസിങ് റിസൾട്ടുള്ള കാര്യങ്ങൾ പറയണ്ട, പോസിറ്റീവായിട്ടുള്ള എനർജിയുടെ മാത്രം പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. അതായത് പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയാതിരിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ബട്ട് നമ്മൾ ഡൗസ് ചെയ്യാതിരുന്നപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ചെയ്യേ പറ. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. സോ ആ നഷ്ടമായി പേടിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ ദുഃഖിക്കാനല്ല, നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ ഏത് മൂർത്തിയാണ് ആരാധിക്കുന്നത്, ഏത് വിശ്വാസത്തെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് മുടക്കം വരുത്താതെ ഫോളോ ചെയ്യുക. ഓക്കെ, കൃത്യമായ സമയത്തുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ ആ ഒരു എനർജിയെ നമ്മൾ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം നല്ല എനർജി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ താരം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ താര പേര് നക്ഷത്രം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു
ഇത് വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള എനർജീസിനെ നമ്മളെപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ നല്ലതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കേൾക്കുക, കൂടുതലായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക. കാരണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ബാധിക്കും. അവരുടെ ദോഷം നമ്മൾ എന്തിനാ വയ്ക്കുക? മിക്ക ആൾക്കാർക്ക് അവരവരുടെ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ ദോഷങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്? സോ മാക്സിമം മറ്റുള്ളവരെ കുറിച്ച് എന്ത് ചെയ്യുക? കുറ്റം പറയാതിരിക്കുക കേട്ടോ. അവരുടെ നന്മകൾ പറഞ്ഞോളൂ. അപ്പം എന്താണ്, നമുക്ക് കുഴപ്പമില്ല. അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യം, അവരുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും, പക്ഷേ എനർജി വൈസ് നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടാവും കേട്ടോ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു മന്ത്ലി പ്രെഡിക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ നിർത്താം കേട്ടോ. അടുത്ത ദിവസം കാണാം. അതുവരെ